നീ എന്ത് പണിയായി കാണിച്ചത്? ശാസ്ത്രീയ സംഗീതം പാടണമെന്ന് പറഞ്ഞിട്ട് പോപ്പ് മ്യൂസിക്കാ? എനിക്ക് വെസ്റ്റേണെ അറിയാവുന്ന ഞാൻ പറഞ്ഞതല്ലേ. എന്റെ അമ്മേ, എല്ലാരും കൂടെ പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ നിന്റെ കച്ചേരി കേട്ട് അന്തം വിട്ടത്. തിരിച്ചോ, ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി ഈ പോപ്പും റാപ്പും മഠത്തിന്റെ പടിക്കകത്ത് കയറ്റിയേക്കരുത്. അല്ലേലും പോപ്പ് വത്തിക്കാൻ നിന്ന് മഠത്തിലേക്കൊന്നും വരാൻ പോണില്ല. ഇത് കോമഡി അല്ല, വളരെ സീരിയസ് ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. അവളുടെ ഒരു ഹ്യൂമർ സെൻസ് ബാക്കിയുള്ളതിന്റെ ഉള്ളിൽ തീയ. வெங்காய சாம்பார் ரொம்ப பிரமாதமா இருக்கு. அதோட இன்னைக்கு வத்த குழம்பு ரொம்ப பிடிச்சது. ഗിരിജ, ഇതെല്ലാം ഉണ്ടാക്കിയത് യാർ தெரியுமா? നമ്മ ശിവകാമി. ആഹാ, ശിവകാമിയുടെ അമ്മ ആവുടെ അമ്മാൾ നല്ല പാചകക്കാരിയാ. അന്ത കൈപ്പുണ്യം എന്താ ഇവക്ക് കിടച്ചത്? ആവിവിടെ അമ്മളാ? ഏ മടയാ, ആവി ഇവിടെ ഇല്ലടാ. ശിവകാമിയുടെ അമ്മ ആവുടെ അമ്മാൾ. പാവം എരന്ത് പോച്ച്. പുളിശ്ശേരിക്ക് കൊഞ്ചം പുളി ജാസ്തി. ஏண்டா புளிச்சேரி பின்ன புளிக்காம ஸ்வீட்டாவா இருக்கும்? பேசாம சாப்பிடுறா. சிவகாமி இங்க வந்தது மகாபாகியம். இனி என்னும் நீ சமைச்சா போதும். കൊഴയോ? ശിവകാമി, എന്നാ നിനക്കൊരു ഫോൺ കോൾ. ആരാ? ഏതൊരു ഫാദർ ഇഗ്നേഷ്യസ്. മിസ്സിസ് കല്യാണകൃഷ്ണൻ ഉണ്ടോന്ന് ചോദിച്ചു. ചെല്ല് അർജന്റ്. മിസ്സിസ് കല്യാണകൃഷ്ണൻ ഉണ്ടോന്ന് ചോദിച്ചു. ചെല്ല് അർജന്റ് ആണെന്ന് തോന്നുന്നു. എന്നാടാ മുഖത്തൊരു ഭാവമാറ്റം? അല്ല, ഫാദറിന്റെ ചെക്ക് ബുക്കും പാസ്ബുക്കും എന്റെ കയ്യിലിരിക്കുക, ഞാനത് കൊടുക്കാൻ മറന്നു. ഇവളല്ലേ അത് എടുത്ത് കൊടുക്കേണ്ടത്? അണ്ണൻ തന്നെ പറ, ശരിയല്ലേ? എല്ലാ ഭാര്യമാരും ഒരുപോലെ, വന്നു കയറിയതും ഇവിടെ ഉള്ളതും ഒക്കെ ഒരുപോലെ. ആ ചെല്ല് ചെല്ല്. ഹലോ, ഞാനാ. മേരി നിർമ്മലെ, അമേരിക്കയിൽ നിന്ന് മാത്തച്ഛൻ ഇപ്പൊ വിളിച്ചിരുന്നു. വിവരങ്ങളെല്ലാം നിന്റെ ഡാഡി അറിഞ്ഞിരിക്കുന്നു. എന്താ? ഡാഡി എല്ലാം അറിഞ്ഞു. അയ്യോ, ഹലോ, ഇത് ഞാനാ, കല്യാണകൃഷ്ണൻ. ഗുഡ് മോർണിംഗ്. ഐ ആം ഫാദർ ഇഗ്നീഷ്യസ്. ഇന്നസെന്റാ? ഞാൻ ഫാദർ ഇഗ്നീഷ്യസ്. നിർമ്മലയുടെ അപ്പൻ മാത്തച്ഛൻ എല്ലാം അറിഞ്ഞിരിക്കുന്നു. അയാൾ ഇങ്ങോട്ട് വരുന്നുണ്ടോ? അദ്ദേഹത്തെ ഇങ്ങോട്ട് വരുത്താതിരിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ ഫാദർ? താൻ എന്ത് വീട്ടിത്തരവാടോ ഈ പറയുന്നത്? ഞങ്ങളെ സഹായിക്കണം പ്ലീസ് ഫാദർ. ഞാൻ ആലോചിച്ചിട്ട് ആകപ്പാടെ ഒരു വഴിയേ കാണുന്നുള്ളൂ. എന്ത് വഴി? അത് ഞാൻ എങ്ങനെ പറയാനാ? അച്ഛന് പറയാൻ പറ്റില്ലെങ്കിൽ ഞാൻ പറയാം. ഹലോ, സാമിയല്ലേ? സാമി, മാത്തച്ഛ മുതലാളിനെ ഒതുക്കാൻ ഒരേ ഒരു വഴിയുള്ളൂ. സാമി ജ്ഞാനസാനപ്പെടണം. ഞാനപ്പാനെയോ? പാനി കലൊന്നല്ല. സാമി മതം മാറി കർത്താവിന്റെ കുഞ്ഞാടാവണം. പറയാം, അതിനുമുമ്പ് കുറച്ച് വെള്ളം കുടിക്കാം. ഹലോ ഹലോ, എന്താ ചേച്ചമ്മേ? ശബ്ദം കേൾക്കുന്നില്ല അച്ചോ. ആ ഫോൺ ഇതാ. എന്താണ് എന്നിട്ട് ഒളിഞ്ഞു നോക്കണത്? അതോട്ട് വാ. കഴിഞ്ഞ ദിവസം തന്നെ 2 ലക്ഷം രൂപ ഡ്രോ ചെയ്തോണ്ട് പോയല്ലോ. ഡ്രോ ചെയ്തുകൊണ്ട് പോയെന്നോ? താൻ എന്തായി പറയുന്നേ? മതം മാറുന്ന കാര്യം പറയുമ്പോ മണി മാറുന്ന കാര്യം പറയുന്നു. അതെ ഫാദർ, ഇയർ എൻഡിങ് കഴിയാതെ ഓവർ ഡ്രാഫ്റ്റിന്റെ കാര്യമൊന്നും എന്നോട് പറയണ്ട. നോ നോ നോ, പ്ലീസ് എന്നെ ഇങ്ങനെ ശല്യം ചെയ്യരുത്. NRI അക്കൗണ്ടിൽ നിന്നും 2,50,000 രൂപ ഞാൻ SB അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തില്ലേ? ഒരു രക്ഷയുമില്ല. ഞാൻ കൺവെർട്ട് ചെയ്യുന്ന കാര്യമാ പറയുന്നത്. അതെ, ഞാനും കൺവെർട്ട് ചെയ്യുന്ന കാര്യം തന്നെ പറയുന്നത്. ഇത്രയും ഡോളർ കൺവെർട്ട് ചെയ്യാൻ റിസർവ് ബാങ്കിന്റെ പെർമിഷൻ വേണമെന്ന് ഫാദർ അറിഞ്ഞൂടെ? തനിക്കെന്താ തലയ്ക്ക് വട്ട് പിടിച്ചോ? എന്തായാലും എനിക്ക് സംസാരിച്ചിരിക്കാൻ നേരമില്ല. അതെല്ലാം നമുക്ക് ബാങ്കിൽ വരുമ്പോ നേരിട്ട് സംസാരിക്കാം. ഓക്കെ? ആരാ ഈ ഫാദർ ഇഗ്നേഷ്യസ്? അത് സെന്റ് മേരീസ് പള്ളിയിലെ ബാങ്കിൽ അക്കൗണ്ട് ഉള്ള ഒരു ഫാദറാ. അപ്പൊ സെന്റ് മേരീസ് പള്ളിയിലെ സെന്റ് മേരീസ് പള്ളിയിലെ വികാരിയച്ഛനാ. എപ്പോഴും ഓവർ ഡ്രാഫ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ നിന്ന് കൊടുക്കാനാ? അതിനിപ്പോ എന്നോട് അത് ശരിയാണല്ലോ, അണ്ണനോട് പറഞ്ഞിട്ട് എന്താ കാര്യം? നീ വന്നേ. മാത്തച്ഛൻ മുതലാളി അമേരിക്കയിൽ നിന്ന് വന്ന ആദ്യം കൊല്ലുന്നത് തന്നെയായിരിക്കും. ഞാനും കൂടെ അറിഞ്ഞോണ്ടാ ഇതൊക്കെ ചെയ്തിരിക്കണെന്നല്ലേ മുതലാളി കരുതൂ. നിർമ്മലമോള് കെട്ടിയത് ഒരു ക്രിസ്ത്യാനി ചക്കനെ ആയിരുന്നെങ്കിൽ മുതലാളി വരുമ്പോ പറഞ്ഞു നിൽക്കായിരുന്നു. അതുകൊണ്ട് അച്ഛൻ എങ്ങനെയെങ്കിലും കല്യാണ കൃഷ്ണസ്വാമിയെ അനാവളം തെളിച്ച് ഒരു ക്രിസ്ത്യാനി ആക്കി തരണം. ഇതൊക്കെ അങ്ങനെ ഓരോരുത്തരെയും നിർബന്ധിച്ച് ചെയ്യിക്കാവുന്ന കാര്യങ്ങളാണ്. അതൊക്കെ അയാളെ പറഞ്ഞ് സമ്മതിപ്പിക്കാച്ചോ. നിർമ്മല കുഞ്ഞെന്ന് പറഞ്ഞ ആ പട്ടചക്കന് ജീവന. സ്വാമിയെ കർത്താവിന്റെ കുഞ്ഞാടാക്കുന്ന കാര്യം ഞാൻ ഏറ്റച്ചോ. ഇവിടെ ആരുമില്ലേ? ചേട്ടത്തെങ്ങനെ വീട് കണ്ടുപിടിച്ചു? മോളെ മേരി നിർമ്മലേ, നീ എന്താ ഈ കാണിച്ചത്? കോലിട്ടതാ. കോലിട്ട് എന്റെ മോളെ കോലം കെട്ടല്ലോ. ചേട്ടൻ ചേട്ടൻ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്ന്? നിന്റെ അമ്മച്ചി മരിക്കുമ്പോ നിനക്ക് 2 വയസ്സാ. നിന്റെ അപ്പച്ചൻ ചരിത്രം മുഴുവൻ വിളിച്ചു പോയി ആളെ കൂട്ടണ്ട. ആരെങ്കിലും കണ്ടാ തീർന്നു. മോളിലെ അപ്പൻ അമേരിക്കയിലേക്ക് പോകുമ്പോ നിന്നെ എന്നെ ഏൽപ്പിച്ചിട്ടാ പോയത്. അമ്മയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ടാ നിന്നെ ഞാൻ വളർത്തി.
ആ എന്നെയാണ് നീ സങ്കടപ്പെടുത്തിയത്. വേളാങ്കണ്ണി മാതാവേ, ഞാൻ ഇനി എന്നാ ചെയ്യാനാ? ഇതേതാ? ഞാൻ പറയാറില്ലേ ചേച്ചമ്മച്ചേടത്തി. നീയാണോടാ കല്യാണ കൃഷ്ണസ്വാമി? ദേ, നിങ്ങൾ രണ്ടാളും കൂടി എന്റെ തലയ്ക്ക് വില പറയിക്കില്ല. മാത്തച്ഛ മുതലാളി വന്നാലെന്നെ കൊല്ലും നിർമ്മലേ. അയ്യോ, നിർമ്മലല്ല, ശിവകാമി. അതെന്തോന്ന് കാമി? എന്റെ ഈശോയെ, അപ്പൊ എന്റെ മോളെ മതം മാറ്റി നിങ്ങളുടെ ജാതിയാക്കിയില്ലേ? വിളിച്ചു കൂവണ്ട, അതൊക്കെ പിന്നെ പറയാം. നിർമ്മല ക്രിസ്ത്യാനിയാണെന്ന് മഠത്തിൽ ആർക്കും അറിയില്ല. ക്രിസ്ത്യാനി ആയിട്ടല്ലേ അവൾ ഇത്രയും നാളും മടത്തിൽ നിന്ന് പഠിച്ചത്? മഠത്തിൽ നിന്നും മഠത്തിലേക്ക് തന്നെയാണ് ചേട്ടത്തി അവള് വന്നിരിക്കുന്നത്. ക്രിസ്ത്യാനികളെ പോലെ നിങ്ങൾക്ക് മടമോ? എന്നാ ഞാൻ ഇവിടുത്തെ കന്യാസികളെ ഒന്ന് കാണും. അയ്യോ, ചതിക്കരുത്. എന്തിനാണാവോ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? സഹായിക്കാൻ. ഇഗ്നേഷ് അച്ഛനും ഞാനും കൂടി നിങ്ങളെ എങ്ങനെ രക്ഷിക്കാമെന്ന് തല പൊതിഞ്ഞ് ആലോചിച്ചൊരു വഴി കണ്ടെത്തി. എന്ത് വഴി? കർത്താവിന്റെ വഴി. സ്വാമി ജ്ഞാനസ്ഥാനപ്പെട്ട് നല്ല ഇടയന്റെ കുഞ്ഞാടാവും. മതം മാറാനോ? അതെ, മോൻ എന്റെ കൂടെ വാ. നമുക്ക് പള്ളിയിലോട്ട് ചെന്ന് അച്ഛനെ കണ്ട് അനാവളം തെളിച്ച് കല്യാണ കൃഷ്ണയ്യരെന്നൊക്കെ മാറ്റി വല്ല വക്കച്ചനെന്നോ കുഞ്ഞുമറിയതെന്നോ വാറപ്പനെന്നോ എന്ന് നല്ല വല്ല പേരിട്ട് കുരിശിന്റെ വഴിയെ പോകാ. അയ്യോ, പള്ളിപ്പാട്ട് പാടല്ലേ. കുരിശിന്റെ വഴിയെ തന്നെയാണ് ചേട്ടത്തി ഞങ്ങളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. വാറപ്പൻ എന്റെ മോന്റെ പേരാ. സ്വാമിക്കും ആ പേര് മതി. വാറപ്പനല്ല, കീറപ്പൻ. എടി, ഇവരെ പറഞ്ഞു വിടുന്നുണ്ടോ? അവരെല്ലാരും കൂടെ അമ്പലത്തിൽ നിന്ന് വരാൻ സമയമായി. ചേട്ടത്തി പൊയ്ക്കോ, ഞങ്ങൾ വന്നേക്കാം. ബാക്കിയൊക്കെ അവിടെ വന്നിട്ട് തീരുമാനിക്കാം. കുറച്ച് രൂപയുണ്ട്, വഴിച്ചെലവിനിരിക്കട്ടെ. നിന്റെ നക്കാപ്പിച്ച കാശിനല്ലടാ ഞാൻ വന്നത്. എനിക്ക് ചെലവിന് മാത്തച്ഛൻ മൊലാളി ഡോണർ അയക്കും. ഓ, ശരി ശരി ശരി. മതം മാറുന്ന കാര്യം 2 ആഴ്ചക്കുള്ള തീരുമാനിക്കാം. 2 ആഴ്ചയോ? ഉറപ്പാണോ? ഉറപ്പ്. അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. ആ, നല്ല ഇനമാ. ഇവർക്കുള്ള പെട്ട് ഞാൻ തന്നെ തീർക്കേണ്ടി വരുമെന്നാ തോന്നുന്നു. ആരാടാ അത്? ആർക്കറിയാം? സെന്റ് ജോർജ് പള്ളിയിൽ നിരക്ക് ഇങ്ങോട്ട് വന്നിരിക്കുന്നു. ആ, പള്ളിയിലേക്കുള്ള വഴി ഞാൻ പറഞ്ഞു കൊടുക്കാം. എന്തിന്? അവർക്ക് അവരുടെ വഴി അറിയാം. നീ നിന്റെ വഴി നോക്ക്. ചട്ടച്ചെടുത്തി ചട്ടച്ചെടുത്തി. ചട്ട ചേർത്തിയോ? എവിടെയാണ്ടാ എനിക്ക് ചട്ട്? അയ്യോ, ചട്ടേ മുണ്ട് കൊടുത്ത ചേർത്തി എന്ന് പറഞ്ഞതാ. കാലിന് ചട്ടേണ്ടെന്നല്ല പറഞ്ഞത്. എനിക്ക് ചട്ടില്ലട വട്ടി. അതെന്താ? ചട്ടുണ്ടെന്നല്ല പറഞ്ഞത്. അതെന്താ? ഓടിക്കോ, നീ കാശ് കൊടുക്കാനുള്ള ബാലുശ്ശേരി ബഷീർ നിന്നെ കാണാൻ വരുന്നത്. അവിടെ ഈ നമ്മളെ കണ്ട് ഓടി കളിക്കാൻ നോക്കല്ലേ? അല്ല, ഉമ്മ വയ്യത്തായി ബാപ്പ വയ്യത്തായി എന്നൊക്കെ പറഞ്ഞ് കൊറേ നമ്മളെ പറ്റിക്കാൻ നോക്കുക. എല്ലാ വിവരം അറിഞ്ഞിട്ടാണ് നമ്മൾ വരുന്നത്. എന്റെ പൊന്ന് ബഷീരിക്ക, അടുത്ത ഞാൻ എങ്ങനെയെങ്കിലും കാശ് എത്തിക്കാം. 5 ആഴ്ച ഞാൻ കുറെ കേട്ടതല്ലേ. ഇനിയും കാശ് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ മടത്തി കയറി കുത്തിരിക്കാൻ പോവാ. അയ്യോ, ചതിക്കല്ലേ. അന്യമതക്കാരെ ഇവന്റെ മടത്തി കേറ്റുകയേയില്ല. അത് കൊള്ളാം. അന്യജാതിക്കാരെ പൈസ വാങ്ങി വളർത്താം. അന്യജാതിക്കാരെ മടത്തി കേറ്റൂല. കൊല്ലും നായിന്റെ മോൻ മടത്തിലുള്ള എല്ലാരും അറിയട്ടാ. എന്നാലും എന്റെ പൈസ ഇട്ടോളൂ. മണിയാ, നല്ല പേര് മാറ്റം. ബഷീറടാ. കള്ളന്മാരെ. എന്താ ബഷീറിന്റെ പ്രശ്നം ഞാൻ സോൾവ് ചെയ്യാം. എടാ, നിങ്ങൾ ഇങ്ങോട്ട് വരി. നിങ്ങളെ പൈസ കാര്യം ഞാൻ ഏറ്റു. വേണ്ട, അന്റെ ഒത്താശ വേണ്ട. ഈയും കുറെ ആയി ഇവന്റെ കൂടെ നടന്ന് എന്നിട്ട് പറ്റിക്കുന്നു കേട്ടോ. അയ്യോ, ഇപ്രാവശ്യം അങ്ങനെയല്ല. നിങ്ങൾക്ക് പൈസ അല്ലേ വേണ്ടത്? അത് ഞാൻ ശരിയാക്കി തരാം. അതെന്താ? നീ പൊയ്ക്കോ, ധൈര്യമായിട്ട് പൊയ്ക്കോ. പ്രശ്നം ഞാൻ സോൾവ് ചെയ്തോളാം.